ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയിടത്തുനിന്ന് തന്നെ തുടങ്ങാം. 14ലാണ് നമ്മൾ നിർത്തിയത്. 15ാമത്തെ ചോദ്യമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, പക്കാ റിവിഷനാണ്, എല്ലായ്പ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയാത്ത ഫാക്റ്റൊക്കെ നിങ്ങൾ എഴുതി വെച്ച് റിവൈസ് ചെയ്ത് പഠിച്ചോണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. 15ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഒന്നാമത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പറഞ്ഞ കാര്യം ശരിയാണ്. പിന്നെയോ, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. നമുക്കറിയാം 2023-ലും 2024-ലും ഒക്കെ ഈ റിപ്പോ റേറ്റ് എത്ര തന്നെയായിരുന്നു? 6.5 തന്നെയായിരുന്നു. 2025 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്? 6.25 കുറയ്ക്കുന്നത്. സോ ഇവിടെ പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ്, നമുക്കിതിൻ്റെ SCERT-യിൽ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി അവിടെ ഒന്ന് നോക്കണം. ഇതാണ് ഇവിടെ സെൻറ്റൻസ്. കേന്ദ്ര ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ഇത് വീണ്ടും വിൽക്കുന്നതിൻ്റെ വിലയും തീയതിയും മുൻകൂട്ടി വാങ്ങൽ കരാറിൽ സൂചിപ്പിച്ചിരിക്കും. ഇത്തരം കരാറുകളെ റീപർച്ചേസ് എഗ്രിമെൻ്റ് അഥവാ റിപ്പോ എന്ന് പറയുന്നു. ഇതിനായി നൽകുന്ന പലിശ നിരക്ക് റിപ്പോ നിരക്ക് എന്ന് പറയുന്നു. അല്ലെങ്കിലേ ചിലർക്ക് എന്താണ്, റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്കത് പറയാം. അതായത്, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ആധാരം കൊണ്ടുപോയിട്ട് ബാങ്കിൽ പണയം വെക്കും, അല്ലേ? അപ്പോൾ ആധാരം കൊണ്ടുപോയിട്ട് ബാങ്കിൽ പണയം വെക്കുമ്പോൾ ബാങ്ക് നമുക്ക് പൈസ തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിന് പലിശ കൊടുക്കണം, വേണ്ടേ? ഇനി ഇതേ കേസിൽ ബാങ്കിൻ്റെ സ്ഥാനത്തേക്ക് റിസർവ് ബാങ്കിനെയും നമ്മുടെ സ്ഥാനത്തേക്ക് വാണിജ്യ ബാങ്കുകളെയും കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്, ഇവിടുത്തെ കേന്ദ്ര ബാങ്ക് നമുക്ക് റിസർവ് ബാങ്ക് ആണല്ലോ, അല്ലേ? ഈ റിസർവ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. നമ്മളെടുത്ത് നിന്ന് ബാങ്ക് ആധാരം വാങ്ങുന്ന പോലെ കണ്ടാൽ മതി. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടപ്പത്രങ്ങൾ വാങ്ങുമ്പോൾ ഒരു എഗ്രിമെൻ്റ് വെക്കും. നമ്മൾ ആധാരം പണയം വെക്കുന്ന പോലെ തന്നെ ഇതെപ്പോൾ തിരിച്ചെടുക്കും, എത്ര വിലയ്ക്കാണ് എടുത്തത്, അതിൽ ഡേറ്റും കാണിക്കും, വിലയും കാണിക്കും. അതേപോലെ ഒരു എഗ്രിമെൻ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെയും വെക്കുന്നു. ഇനി ഇത് വായിച്ചു നോക്ക്. കേന്ദ്ര ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ഇത് വീണ്ടും വിൽക്കുന്നതിൻ്റെ വിലയും തീയതിയും മുൻകൂട്ടി വാങ്ങൽ കരാറിൽ സൂചിപ്പിച്ചിരിക്കും. ഈ കരാറുകളെ റീപർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് തിരിച്ചെടുക്കുക എന്നുള്ള ഡേറ്റും അതിൻ്റെ പ്രൈസും അതിൽ കാണിച്ച് എഴുതുന്ന എഗ്രിമെൻ്റ്, കരാറുകളെയാണ് എന്ത് ചെയ്യുന്നത്? റീപർച്ചേസ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ റിപ്പോ എന്ന് വിളിക്കുന്നത്. ഇനി അതിനെന്ത് ചെയ്യും? ആ വാണിജ്യ ബാങ്കുകൾ അതിന് പലിശയും കൊടുക്കണം. ആർക്ക്? റിസർവ് ബാങ്കിന് പലിശ കൊടുക്കണം. നമ്മൾ ആധാരം പണയം വെച്ചിട്ട് ബാങ്കിന് നമ്മൾ പലിശ കൊടുക്കൂലേ? അതേപോലെ കണ്ടാൽ മതി. അപ്പം അങ്ങനെ ചുമത്തുന്ന ആ പലിശ നിരക്കിനാണ് എന്ത് പറയുക? റിപ്പോ നിരക്ക് എന്ന് പറയുക. അപ്പോൾ ഇവിടെ മുതലാളി ആരാ? മുതലാളി റിസർവ് ബാങ്കാണ്. മുതലാളി എടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന കടപത്രങ്ങളൊക്കെ സെക്യൂരിറ്റീസ് കൊടുക്കുകയാണ് എന്ത്? വാണിജ്യ ബാങ്കുകൾ ചെയ്യുന്നത്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ അതിനെന്ത് ചെയ്യണം? ആ എപ്പോൾ തിരിച്ചെടുക്കുന്ന എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കരാറാക്കണം. ആ കരാറാണ് റിപ്പോ. അതിന് ചുമത്തുന്ന പലിശ റിപ്പോ നിരക്ക്. ഇനി അടുത്ത എക്സാമ്പിൾ, നമ്മളുടെ അടുത്ത് പൈസ അധികമുണ്ട് എന്ന് വിചാരിക്കുക. അധികമുണ്ടെങ്കിൽ നമ്മളത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്ക് നമുക്ക് പലിശ തരൂലേ? ആദ്യം നമ്മൾ ആധാരം കൊണ്ടുപോയി പണയം വെച്ചപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പലിശ കൊടുക്കുകയല്ലേ ചെയ്തേ? ഇപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പലിശ തരുന്നു. ഇനി ആ കേസിലേക്കും നമ്മൾ ഇതേ റിസർവ് ബാങ്കിനെയും ബാങ്കുകളെയും കൊണ്ടുവന്ന് നോക്ക്. ഈ ബാങ്കുകളെടുത്ത്, വാണിജ്യ ബാങ്കുകളെടുത്ത് അധികം പൈസ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അവർ റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് പകരമായി കൊണ്ട് റിസർവ് ബാങ്ക് എന്തു കൊടുക്കുന്നു? സെക്യൂരിറ്റീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ ആർക്ക് കൊടുക്കുന്നു? അത്രയും പൈസയുടെ കടപ്പത്രങ്ങൾ, സെക്യൂരിറ്റീസ് ബാങ്കുകൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ പൈസയ്ക്ക്
റിസർവ് ബാങ്ക് എന്ത് ചെയ്യേണ്ടി വരും? വാണിജ്യ ബാങ്കുകൾക്ക് പലിശ കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പോഴും ഇതേപോലെ തന്നെ ഇതെപ്പം തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡേറ്റും വിലയും ഒക്കെ എഴുതിക്കൊണ്ട് ഒരു കരാർ ഒപ്പിടുന്നു. ആ കരാർ തയ്യാറാക്കുന്നതാണ് ഏത്? റിവേഴ്സ് പർച്ചേസ് എഗ്രിമെൻ്റ് അഥവാ റിവേഴ്സ് റിപ്പോ. ഇവിടെ കണ്ടല്ലോ, ഈ പറയുന്ന കേന്ദ്ര ബാങ്ക് തിരിച്ചു വാങ്ങാനുള്ള തീയതിയും വിലയും സൂചിപ്പിക്കുന്ന ഒരു കരാറിലൂടെ സെക്യൂരിറ്റികൾ വിൽക്കുന്നു. ഇത്തരം കരാറുകൾ റിവേഴ്സ് പർച്ചേസ് എഗ്രിമെൻ്റ് അഥവാ റിവേഴ്സ് റിപ്പോ എന്നറിയപ്പെടുന്നു. സോ സിമ്പിളാണ്. ഒന്ന് ആധാരം അങ്ങോട്ട് കൊണ്ടുപോയി പണയം വെക്കുന്നു, അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ബാങ്കിന് പലിശ കൊടുക്കുന്നു. അത് റിപ്പോ ആയിട്ട് കാണുക. നമ്മുടെ അടുത്ത് പൈസ അധികം ഉണ്ടാകുമ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അപ്പോൾ ബാങ്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് പലിശ തരുന്നു. അതെന്തായിട്ട് കാണുക? അത് റിവേഴ്സ് റിപ്പോ ആയിട്ട് കാണുക. ഇനിയോ ഇതിലേതായിരിക്കും എപ്പോഴും കൂടുതൽ? മുതലാളിക്ക് കിട്ടുന്ന ലാഭമായിരിക്കും എപ്പോഴും കൂടുതൽ, അല്ലേ? അതായത് റിസർവ് ബാങ്കിന് കിട്ടുന്ന പലിശ ഏതാ? റിപ്പോയല്ലേ? ആ റിപ്പോ നിരക്ക് എപ്പോഴും ഏതിനേക്കാൾ കൂടുതലായിരിക്കും? റിവേഴ്സ് റിപ്പോയേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. അതെപ്പോഴും മനസ്സിലാക്കി വെച്ചോണം. റിപ്പോ നിരക്ക് എപ്പോഴും റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ തന്നെ കണ്ടോ, 2025 ഫെബ്രുവരി പ്രകാരം 6.25 റിപ്പോ നിരക്ക്. റിവേഴ്സ് റിപ്പോ നിരക്കോ 3.35. ഇത് മാറുമ്പോൾ പഠിച്ചോണം. ഞാൻ അതിനാണ് ഇവിടെ ഫെബ്രുവരി 2025 എന്ന് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ മാറുമ്പോൾ എന്ത് ചെയ്തോണം? മാറ്റി പഠിച്ചോണം. ഇതൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇത് നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം 2025 എന്ന വർഷം അതിലത്തെ റിപ്പോ നിരക്ക് എത്രയാണ് എന്നുള്ളത്, ആ റിപ്പോ നിരക്ക്, ഈ റിപ്പോ എന്നുള്ളതിനെ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. ആദ്യത്തെ ഈ ലെറ്റർ ഏതാ? R എന്നുള്ളതല്ലേ? R എന്നുള്ള ലെറ്ററും E എന്നുള്ള ലെറ്ററും വരുമ്പോൾ തന്നെ R എന്നായില്ലേ? ഇനി PO എന്നുള്ളത് പോയിന്റ്. ഇനിയോ ഈ 25 വർഷം 2.5 ഇതന്നെയല്ലേ 2025 റിപ്പോ നിരക്ക്. എന്ത് മാച്ചിങ്ങാ നോക്കി നോക്ക്. അപ്പം അങ്ങനെ തന്നെ കണ്ടാൽ മതി. റിപ്പോ നിരക്ക് 6.25, മറ്റേത് 3.35. അപ്പോൾ എപ്പോഴും ഏത് കൂടുതലായിരിക്കും? റിപ്പോ നിരക്ക് കൂടുതലായിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയ്ക്കനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം. ബാങ്ക് ദേശസാൽക്കരണം. ബാങ്ക് ദേശസാൽക്കരണം ഏതാ വർഷം? 1969 പിന്നെ 80 ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം 1950 ആസൂത്രണ കമ്മീഷൻ. 500, 1000 നോട്ടുകളുടെ നിരോധനം. നോട്ട് നിരോധനം നമുക്ക് ലേറ്റസ്റ്റ് ആണ്. നമുക്കിവിടെ ഓർക്കാവുന്നത് 2016. അതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഇനിയോ ഭൂപരിഷ്കരണം 1951 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിനോബ ഭാവെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭൂദാൻ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് 1950 ആദ്യം വരുന്നത്. അപ്പോൾ 2 എന്നുള്ള എത്ര ഓപ്ഷനിലുണ്ട്? 3 ഉണ്ട്. അപ്പോൾ 2 പിടിക്കാൻ പറ്റില്ല. അടുത്തതും കൂടെ നോക്കുക. 4, 2, 4 വെച്ചിട്ട് എത്ര ഉണ്ട്? 2, 4 വെച്ചിട്ട് 1 ഉള്ളൂ. 2, 4, 1, 3 എന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ കണക്റ്റഡിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ആസൂത്രണ കമ്മീഷനെ കുറിച്ച് 1950 മാർച്ച് 15 എന്ത് ചെയ്യുന്നത്? ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അപ്പോൾ സ്ഥിരം ചോദ്യമാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപം നൽകിയത്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എപ്പോഴും ആരാ? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തായതുകൊണ്ട് തന്നെ ആസൂത്രണ കമ്മീഷൻ്റെ, പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? നെഹ്റു ആണ്. ഫസ്റ്റ് വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദയാണ് ആദ്യത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ. ഇത് നമുക്ക് 2015 ജനുവരി 1 ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, ഇതിന് പകരമായിക്കൊണ്ട് ഏത് വരുന്നുണ്ട്? നീതി ആയോഗ് വരുന്നുണ്ട്. ആ നീതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റ് ചോദിക്കാറുണ്ട്. 2015 ജനുവരി 1. ആ ഡേറ്റ് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. എത്രയോ തവണ റിപ്പീറ്റേഷൻ അടിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നീതി ആയോഗ് വന്നപ്പോൾ ഏത് അവസാനിച്ചു? പ്ലാനിംഗ് കമ്മീഷൻ അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ അവസാനിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രിയും അവസാനിക്കുമ്പോൾ ഒരു ഉപാധ്യക്ഷനും ഉണ്ടാവൂലേ? ആ സമയത്ത് ആരാണ്? അവസാനിക്കുന്ന സമയത്ത് ഇതിൻ്റെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവസാനത്തെ
പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ. ഉപാധ്യക്ഷൻ ആരാ? മൊണ്ടേഗ് സിംഗ് അലുവാലിയ. മൊണ്ടേഗ് സിംഗ് അലുവാലിയയാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ. അപ്പം അതും അവിടെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നെഹ്റു, ഗുൽസർലാൽ നന്ദ അധ്യക്ഷനും ഉപാധ്യക്ഷനും. അവസാനത്തേത് മോഡിയും മൊണ്ടേഗ് സിംഗ് അലുവാലിയയും. നീതി ആയോഗ് 2015 ജനുവരി 1. നെക്സ്റ്റ് കണക്റ്റഡ് ഫാക്ട് നമുക്ക് നോക്കാനുള്ളത് ബാങ്ക് ദേശസാൽക്കരണമാണ്. 1969 ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ജൂലൈ 19 1969 ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. ആ സമയത്ത് ഫിനാൻസ് മിനിസ്റ്ററും ആരാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ് കേട്ടോ. അപ്പോൾ 1969 ജൂലൈ 19 പ്രത്യേകത എന്ത് എന്നൊക്കെ PSC ആൾറെഡി ചോദിച്ച ചോദ്യമാണ്. പ്രസ്താവനയായിട്ടും തന്നിട്ടുണ്ട്. ആദ്യമായി ബാങ്ക് ദേശസാൽക്കരണം നടന്ന ദിവസം ജൂലൈ 19 എന്നൊക്കെ. ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും. ഇനിയോ ഈ പറയുന്ന 1969 എത്ര ബാങ്ക് ദേശസാൽക്കരിച്ചു? 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അപ്പോൾ 14 എണ്ണമാണ്. അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള 4 ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. രണ്ടാമത് നമുക്കെപ്പോൾ 1980 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഏപ്രിൽ 15 1980 ആർ വെങ്കിട്ടരാമനാണ് ആ സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കി നോക്ക് നിങ്ങൾ, 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 6 കണ്ടോ? ഈ 6ൽ തന്നെ നമുക്ക് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 6ാം പഞ്ചവത്സര പദ്ധതി ആർ വെങ്കിട്ടരാമൻ. അപ്പം നിങ്ങൾക്ക് ഈ റോമൻ ലെറ്റർ 5 അല്ലേ, അവിടെ നിങ്ങൾക്ക് കിട്ടും 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 6ാം പഞ്ച ആർ വെങ്കിട്ടരാമൻ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഓർത്തിരിക്കാം. അന്നും ആരെന്നെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രി കേട്ടോ. അപ്പോൾ ഈ 2 ഡേറ്റോട് ഓർത്തിരിക്കുക. 1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും. 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് 1980 ഏപ്രിൽ 15 ആർ വെങ്കിട്ടരാമൻ ഫിനാൻസ് മിനിസ്റ്റർ. നെക്സ്റ്റ് നോട്ട് നിരോധനം. നോട്ട് നിരോധനം നമുക്ക് 46 നടന്നിട്ടുണ്ട്, 78 നടന്നിട്ടുണ്ട്, 2016 നടന്നിട്ടുണ്ട്, 2023 നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 78, 16, 23 3 കൂട്ടിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ 46 മുതൽ തന്നെ അവിടെ ഓർത്തിരിക്കണം. അപ്പോൾ 1946 ആദ്യം 500, 1000, 10,000 ഇതൊക്കെ നിരോധിച്ചു. പിന്നെ 78 എന്ത് ചെയ്യുന്നു? 10,000, 5,000, 1000, 10,000 നിരോധിച്ചു. 2016 500ഉം 1000. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ 500ഉം 1000 ഒക്കെ 46 തന്നെ നിരോധിച്ചല്ലോ, പിന്നെ എങ്ങനെ 78 വീണ്ടും വരുന്നു? അത് ചില പ്രധാനമന്ത്രിമാർ എന്ത് ചെയ്യാറുണ്ട്? വീണ്ടും കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇടക്കിടക്ക് കൊണ്ടുവരും, ഇടക്കിടക്ക് നിരോധിക്കും. 2016 നവംബർ 8 ആ ഡേറ്റ് നമുക്ക് അത്രയും ആവശ്യമുള്ളതാണ്, അത്രയും റിപ്പീറ്റ് അടിച്ചാണ്. 2016 നവംബർ 8 എന്ത് ചെയ്യുന്നത്? 500, 1000 രൂപ നോട്ടുകളുടെ നിരോധനം. പിന്നെ 2023. അപ്പോൾ നിങ്ങളുണ്ടല്ലോ 2023 എന്തായാലും അവിടെ ഓർത്തിരിക്കുക. പിന്നെയോ ഇതിന് മുന്നേ 2-3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട് നിരോധനം ഉണ്ടായിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. 2-3 തവണ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 തവണ എന്നുള്ളത് മുന്നേ കിട്ടും. ഇനി ഈ 23 × 2 കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 46 കിട്ടും. പിന്നെ നിങ്ങളുടെ അടുത്ത് ഏതുണ്ട്? നമ്മളടുത്തുള്ള ഈ 2016 അവിടെ ഉണ്ട്, 78 എന്നുള്ളത് മാത്രം വരുന്ന അവിടെ ഓർത്താൽ മതി. അപ്പോൾ 46, 78, 2016, 2023. 2023 എന്ത് ചെയ്യുന്നത്? നമുക്ക് അവസാനം നമ്മൾ ഡേറ്റ് ഒക്കെ കണ്ടില്ലായിരുന്നു. 2023 സെപ്റ്റംബർ 30 അവസാനത്തെ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മൊബൈലിലൂടെയൊക്കെ മെസ്സേജ് വന്നിരുന്നില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അവിടെ ഓർക്കുക. ഇനി അവിടെ ഓർക്കാനുള്ളത് ഭൂപരിഷ്കരണമാണ്. ഭൂപരിഷ്കരണം 1951 നമുക്കറിയാം. ഭൂപരിഷ്കരണത്തിലുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വിനോബ ഭാവെ
1951 ഭൂദാൻ മൂവ്മെൻറ്റ്, അതിൻ്റെ തുടർച്ച ഗ്രാമദാൻ മൂവ്മെൻറ്റ്. ഈ SCRTയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് ഗ്രാമദാൻ മൂവ്മെൻറ്റ് 52 എന്നൊക്കെ കാണാം, ഭൂദാൻ 51 എന്നൊക്കെ കാണാം. എന്താണെങ്കിലും എന്ത് ചെയ്യുക, 51 ഈ പദ്ധതി ഇദ്ദേഹം ലോഞ്ച് ചെയ്യുന്നത്. പിന്നെയോ ഈ ഭൂദാൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഏത്, ഗ്രാമദാൻ പ്രസ്ഥാനം. ഭൂദാൻ പ്രസ്ഥാനം എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഭൂദാനും ഗ്രാമദാനും ആരുടേതാ, വിനോബ ഭാവയുടേതാണ്. ഇനിയോ 1951 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ പാസ്സാക്കുന്നതും 51 തന്നെയാണ്. അപ്പോൾ 51 വിനോബ ഭാവെ, ഭൂദാൻ പ്രസ്ഥാനം, 51 ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നമുക്കറിയാം 1963 വന്നു. 63 ആദ്യത്തെ നിയമം. പക്ഷെ അത് നിലവിൽ വരുന്നത് 64 ഒന്നാം നിയമം എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഫുള്ളായിട്ട് വന്നിട്ടില്ല. അതായത് പിന്നീട് കുറേ പ്രശ്നങ്ങളും ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഭൂപരിഷ്കരണ നിയമം എപ്പോഴേ വരുന്നുള്ളൂ, അച്യുതമേനോൻ്റെ കാലത്ത് 1970 ജനുവരി 1 എന്ത് ചെയ്യുന്നത്, ഭൂപരിഷ്കരണ നിയമം ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വരുന്നത്. അതിന് മുന്നേ തന്നെ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയിട്ടുണ്ട് 1963. അത് 64 എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഒന്നാം നിയമം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഭൂപരിഷ്കരണ നിയമം ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്, ഭേദഗതിയോടുകൂടെ 1970 ജനുവരി 1. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ്, അപ്പോൾ ഇതിലത്തെ 4 ആയല്ലോ. ബാങ്ക് ദേശസാൽക്കരണമായി, ആസൂത്രണ കമ്മീഷനായി, 500, 1000 നോട്ടുകൾ നിരോധനമായി, ഭൂപരിഷ്കരണം 1951. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് ഇത്, പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ പെടാത്തവ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അതിലൊന്നാണ് ഇത്, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ ഇത് ശരിയല്ലേ? രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. അപ്പോൾ ആദ്യം പറഞ്ഞതിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന പോയിന്റാണ് ഇത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. അതാണ് ആൻസർ വരുന്നത്. വലിയ ടൈറ്റൊന്നുമില്ല, കാണുമ്പോൾ തോന്നുന്നത് നമുക്ക് ടൈറ്റാണെന്നൊക്കെ തോന്നും, പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും +1 ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വളർച്ച, അതാണ് അവിടെ കണ്ട സാമ്പത്തിക വളർച്ച. തുല്യത അല്ലെങ്കിൽ സമത്വം എന്ന് കൊടുക്കും. സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഈ 4 പോയിന്റുകൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. സാമ്പത്തിക വളർച്ച, സമത്വം, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇത് 4 തന്നെയാണ് എന്ത്, ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം ചോദിച്ചാലും പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം ചോദിച്ചാലും. +1 പുസ്തകത്തിൽ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ പൊതു ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് അവിടെ ഓർത്തിരിക്കണ്ടേ? ഓർത്തിരിക്കണം. ഇനി ഒറ്റ കാര്യം കൂടെ, 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഞ്ചവത്സര പദ്ധതികളുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിൽ നിർബന്ധമായിട്ടും 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 2, 3, 4, 5, പിന്നെയോ 7, 8, 9, 12. ഇതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് ചോദിച്ചിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും റിപ്പീറ്റ് ചെയ്താണ് ഞാനിവിടെ പറഞ്ഞത്. 1ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു, വ്യാവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ചോദ്യത്തിൽ കണ്ടതാണ്, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അത് എടുത്ത് ചോദിച്ച ചോദ്യമാണ്. 4ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. 4ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. ഇനിയോ ഈ പറയുന്ന 2 നമ്മൾ എവിടെ കണ്ടതാ? ഇപ്പുറത്ത് ആൾറെഡി കണ്ട പോയിന്റ് അല്ലേ, സ്വാശ്രയത്വം എന്നുള്ളതൊക്കെ നമ്മളവിടെ കണ്ട. ആ 4 പോയിന്റിൽ ഒന്നല്ലേ? അപ്പം 4ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. 5 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 7 ആധുനികവൽക്കരണം. 7 ആധുനികവൽക്കരണം. 8 മാനവശേഷി വികസനം. 8 മാനവശേഷി വികസനം. 9 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഇത് 2024 തന്നെ ചോദിച്ചതാണ്. 12 സുസ്ഥിര വികസനം. ഇതാണ് മിനിമം നിങ്ങളവിടെ പഠിച്ചിരിക്കേണ്ടത്. ഈ ടേബിളിലുള്ള എല്ലാം പഠിക്കാനുള്ളതാണ്, പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്താണ് നമ്മളിവിടെ പറഞ്ഞത്. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം.
9 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 8 മാനവശേഷി വികസനം. 7 ആധുനികവൽക്കരണം. 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 4 സ്വാശ്രയത്വം. 3 സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 2 വ്യാവസായിക വികസനം. 1 കൃഷി അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. സോ കണക്റ്റഡ് ഫാക്ട്സ് അത്രയായല്ലോ. അടുത്ത പേജുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്